ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ കടന്നിരിക്കുകയാണ് ടീം ഇന്ത്യ. ചൊവ്വാഴ്ച നടന്ന സെമി ഫൈനലിൽ കരുത്തരായ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് കീഴടക്കിയാണ് ഇന്ത്യ കലാശ പോരാട്ടത്തിന് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഉദ്വേഗജനകമായ മത്സരത്തിനിടെ ഒട്ടേറെ ചൂടൻ കാഴ്ചകളും മൈതാനത്ത് അരങ്ങേറിയിരുന്നു. കളിക്കിടെ ഇന്ത്യൻ സൂപ്പർ താരത്തോട് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചൂടാകുന്നതും ക്രിക്കറ്റ് ലോകം കണ്ടു. മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിനിടെ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ദേഷ്യത്തിനിരയായത് സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവ് ആയിരുന്നു. കോഹ്ലിയും രോഹിത്തും വലിയ രോഷത്തിലായിരുന്നുവെന്ന് പുറത്തുവന്ന വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ്. ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിന്റെ 32ാം ഓവറിലായിരുന്നു ഈ സംഭവം. കുൽദീപ് യാദവാണ് ഈ ഓവർ എറിഞ്ഞത്. 5ാം പന്തിൽ ഓസ്ട്രേലിയൻ താരങ്ങളായ സ്റ്റീവ് സ്മിത്തും അലക്സ് കാരിയും ഒരു സിംഗിൾ പൂർത്തിയാക്കി. ഡീപ് സ്ക്വയർ ലെഗിൽ പന്തെടുത്ത വിരാട് കോഹ്ലി ബൗളേഴ്സ് എൻഡിലേക്ക് ത്രോ എറിഞ്ഞു. എന്നാൽ ഈ ത്രോ കളക്ട് ചെയ്യുന്നതിന് പകരം കുൽദീപ് മാറിക്കളഞ്ഞു. പിന്നിൽ രോഹിത് ശർമ്മ ഉണ്ടായിരുന്നതിനാൽ ഓവർ ത്രോ പോയില്ല. എന്നാൽ കുൽദീപ് യാദവ് ഈ ത്രോ സ്വീകരിക്കാതിരുന്നത് സീനിയർ താരങ്ങളെ ചൊടിപ്പിച്ചു. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കുൽദീപ് യാദവിന്റെ നീക്കത്തിൽ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. നല്ല ദേഷ്യത്തിലായിരുന്നു ഇരുവരുമെന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അനായാസം പിടിക്കേണ്ട ത്രോ വിട്ടുകളഞ്ഞതാണ് താരങ്ങളെ കലിപ്പിലാക്കിയത്. കുൽദീപിനെ നോക്കി ഇരുവരും ദേഷ്യത്തിൽ എന്തോ പറയുന്നതും ഈ വീഡിയോയിൽ കാണാം. ദുബായിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഓപ്പണർ കൂപ്പർ കോണോളിയുടെ വിക്കറ്റ് അതിവേഗം നഷ്ടമായി. ട്രാവിസ് ഹെഡിന് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും 39 റൺസ് എടുത്ത് അദ്ദേഹം വീണു. 3ാം നമ്പറിൽ ഇറങ്ങിയ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് ആണ് ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോററായത്. 4 ബൗണ്ടറികളും ഒരു സിക്സറും അടക്കം 73 റൺസാണ് അദ്ദേഹം നേടിയത്. മാർണസ് ലബുഷൈൻ 29 റൺസ് സ്കോർ ചെയ്തു. അലക്സ് കാരിയാണ് ഓസീസ് ബാറ്റിംഗിൽ തിളങ്ങിയ മറ്റൊരു താരം. 57 പന്തിൽ 8 ഫോറുകളും ഒരു സിക്സറും അടക്കം 61 റൺസാണ് അദ്ദേഹം നേടിയത്. 49.3 ഓവറിൽ 264 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി മുഹമ്മദ് ഷമി 3 വിക്കറ്റുകളും വരുൺ ചക്രവർത്തി, രവീന്ദ്ര ജഡേജ എന്നിവർ 2 വിക്കറ്റുകൾ വീതവും വീഴ്ത്തി. 265 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് ഓപ്പണർ ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് പെട്ടെന്ന് നഷ്ടമായി. 8 റൺസ് എടുത്താണ് ഇന്ത്യൻ ഉപനായകൻ പുറത്തായത്. രോഹിത് ശർമ്മ 28 റൺസ് എടുത്ത് പുറത്തായി. 3ാം വിക്കറ്റിൽ വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും ചേർന്ന് 91 റൺസ് കൂട്ടിച്ചേർത്തു. തുടർന്ന് 45 റൺസ് എടുത്ത ശ്രേയസും വീണു. 5ാം നമ്പറിൽ ഇറങ്ങിയ അക്സർ പട്ടേൽ 27 റൺസ് എടുത്ത് പുറത്തായി. മികച്ച ഫോമിൽ ബാറ്റ് ചെയ്ത് മുന്നേറിയ വിരാട് കോഹ്ലി മറ്റൊരു സെഞ്ചുറി കൂടി നേടുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും 84 റൺസിൽ നിൽക്കെ പുറത്താവുകയായിരുന്നു. കളിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കോഹ്ലി തന്നെയാണ്. സെഞ്ചുറി എത്താൻ കോഹ്ലിക്ക് കഴിഞ്ഞില്ലെങ്കിലും അപ്പോഴേക്കും ഇന്ത്യ കളിയിൽ മുന്നേറി കഴിഞ്ഞിരുന്നു. ഇതിനുശേഷം ഹർദിക് പാണ്ഡ്യയുടെ വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമായെങ്കിലും രാഹുലും ജഡേജയും ചേർന്ന് 48.1 ഓവറിൽ ഇന്ത്യയെ വിജയത്തിലെത്തിക്കുകയായിരുന്നു.